നമ്മൾ അങ്ങനെ ഒരു പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സിനിമകളോ ഒന്നും അധികം വരാത്തൊരു ഇൻഡസ്ട്രിയാണ് മലയാളത്തിലേത്. എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ ചെയ്തത് വൈറസ് പോലും നമ്മൾ കോഴിക്കോട് സംഭവിച്ച ഒരു ഭീകരതയെ പറ്റിയിട്ടാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മളെല്ലാവരും അനുഭവിച്ച, നമ്മൾ ഒരുമിച്ച് ഓവർകം ചെയ്ത ഒരു കഥ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സംഭവം നമ്മൾ ആദ്യമായിട്ടാണ് സിനിമയാക്കുന്നത്. ഇതിൽ നമ്മൾ നറേറ്റ് ചെയ്യുമ്പോൾ, ഇതിന്റെ ടെക്നിക്കൽ സൈഡ് അല്ല ഞാൻ പറയുന്നത്, ഇത് നറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ മലയാളികൾക്കും നമ്മൾ പറയാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഓർമ്മ വരാനും റിലേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. സംവിധാനം എന്നെ ചീത്ത പറയായിരിക്കും. പക്ഷെ പിന്നെ വീണ്ടും ഇതില് അഭിനയിക്കുമ്പോൾ നല്ല കഷ്ടപ്പാടായിരുന്നു. കാര്യം ശരിക്കുമുള്ള പ്രളയത്തിന്റെ സമയത്ത് പോലും ഇത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം, പ്രളയത്തിന്റെ സമയത്ത് നമുക്ക് വെള്ളത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് കരയ്ക്ക് കയറാനാണ് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇത് വെള്ളത്തിൽ നിന്ന് കയറ്റുകയില്ലായിരുന്നു എന്ന് പറഞ്ഞൊരു, ഞാനിപ്പോ ഇതിന്റെ എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞില്ല, നമ്മള് ഷോട്ട് കഴിഞ്ഞിട്ട് പല സമയത്തും നമുക്ക് കസേര കൊണ്ടിട്ട് തരാറുണ്ട്. ആദ്യമായിട്ടാണ് ട്യൂബ് തന്നത്, നീ കുറച്ചേരം റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിന് CG ഇപ്പൊ നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഈ പ്രൊഡക്ഷൻ കോസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ ഇതിൽ ഒന്നും പോകാനുള്ള ഒരു ബഡ്ജറ്റോ അങ്ങനെ ഒരു ഇൻഡസ്ട്രി അല്ല നമ്മുടെ. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത് ഒറിജിനലായിട്ട് തന്നെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ജൂഡ് സ്വീകരിച്ചൊരു രീതി. അപ്പൊ ഇതിന് വളരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറെ CG ഘടകങ്ങളുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ മേജർ പോർഷൻസ് എല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ റിയൽ ആയിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന് ആക്ടേഴ്സും ഉൾപ്പെടെ ഉള്ള ടെക്നീഷ്യൻസ് ഇട്ട് എഫേർട്ട് ശരിക്കും ഈ സിനിമയിൽ കാണാൻ പറ്റും. ആസിഫ്, ശരിക്കും ഇപ്പോൾ ഡിസ്കഷൻസ് ഒരുപാട് മലയാള സിനിമയെ കുറിച്ച് നടക്കുന്നുണ്ട്. കാരണം ഇൻഡസ്ട്രിയിൽ ചെറിയ ചെറിയ പരാജയങ്ങൾ വലുതായി ഇപ്പോൾ പരാജയം കൂടുതലാണെന്നാണ് പൊതുവിൽ പറയുന്നത്. ഇപ്പോൾ മഹേഷ് മാരുതിയുടെ പ്രൊഡ്യൂസർ മണിയമ്പിള്ള രാജു ഇടയ്ക്ക് പറഞ്ഞത്, നായികയ്ക്ക് കൊടുക്കാനുള്ള ശമ്പളം കൊടുത്തതിൻ്റെ കാശ് പോലും ആ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റ് വരുന്നു. അപ്പം എങ്ങനെയാണ് ഇതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്ന് ആകെ ഡിസ്കഷൻ നടക്കുകയാണ്. ആസിഫിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഇപ്പം നടക്കുന്ന ഡിസ്കഷൻസ്, എന്തുകൊണ്ടായിരിക്കും സംഭവിക്കുക, എന്താണ് അടുത്ത പരിഹാരം എന്തായിരിക്കും? അയ്യോ, അങ്ങനെ ഒരു പരിഹാരമൊന്നും ഇതിന് പറയാനുള്ള അറിവ് എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ആയിട്ടില്ല. ഇപ്പം രാജേട്ടനെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു നിർമ്മാതാവിന് ഈ സിനിമ മോശമാവുമെന്ന് നേരത്തെ കാണാൻ പറ്റേണ്ടതായിരുന്നു. അപ്പൊ അത് അദ്ദേഹത്തിന് പറ്റിയില്ല. നമ്മുടെ എല്ലാവരുടെയും ചോയ്സിനൊരു പ്രശ്നം ഉണ്ടായിരിക്കും. അതിപ്പോ ആരുടെയും, ഇപ്പൊ അത് സംവിധായകന്റെ ആണെന്നോ ഒരു ആക്ടറിന്റെ ആണെന്നോ അല്ലെങ്കിൽ നടന്റെ ആണെന്നോ നടിയുടെ ആണെന്നോ ഒന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. അതെന്തോ അത് സംഭവിച്ചു. അപ്പൊ അത് അങ്ങനെയുള്ളത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം.